നമസ്കാരം സർ. നമസ്കാരം. വരണം. ഇരിക്കൂ. എന്താ മിസ്റ്റർ രാജൻ, നിങ്ങളുടെ വലിയ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഓർമ്മയില്ലേ? എന്താണ് സാർ അങ്ങനെ ചോദിച്ചത്? നിങ്ങളുടെ നടപടി കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കേസിനെ പറ്റിയോ എന്നെ പറ്റിയോ നിങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം സാർ? പറയാം. ഈ കേസ് വേറെ വല്ലവർക്കും വക്കാലത്ത് കൊടുക്കണം. അയ്യോ, അങ്ങനെ പറയരുത് സാർ. സാറിനെ വിശ്വസിച്ചാണ് ഞാൻ കഴിയുന്നത്. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ലല്ലോ. എന്നെ വിശ്വസിക്കണം സാർ, പ്ലീസ്. കേട്ടോ മിസ്റ്റർ രാജൻ, മോക്ഷത്തിന് വേണ്ടിയല്ല ഞാൻ ഈ വക്കീൽ പണി ചെയ്യുന്നത്. ആരുടെ ഔദാര്യത്തിന് വേണ്ടിയല്ല കോടതി ചെന്ന് കണ്ടക്ഷോഭം ചെയ്ത് എന്റെ ഒച്ചയടയുന്നത്. എനിക്കും എന്റെ കുടുംബത്തിനും ജീവിക്കണം. എനിക്ക് ശരിയായ ഫീസ് കിട്ടണം. ഇങ്ങനെ മിണ്ടാതിരുന്നാ പറ്റൂല. ഒരു വക്കീലിന് പണം കിട്ടും തോറും പോയിന്റ്സ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കേസാണെങ്കിൽ ഒരു കുനിഷ്ട് പിടിച്ച കേസ്. എതിർഭാഗം വെരി വെരി സ്ട്രോങ്. ഇതിനിടയിൽ എന്റെ തലച്ചോറാണ് ചൂടാവുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്നെ കൊണ്ട് സാധ്യമല്ല മിസ്റ്റർ രാജൻ. സാർ, എങ്ങനെയെങ്കിലും അടുത്ത അവധിക്ക് മുമ്പ് ഞാൻ പണം ഉണ്ടാക്കി തരാം. ശരി, അടുത്ത അവധിക്ക് മുമ്പ് പണം കൊണ്ട് തരാത്ത പക്ഷം നിങ്ങളുടെ കേസിന്റെ അന്ന് ഞാൻ അവധി എടുക്കും. മനസ്സിലായോ? ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം. സാർ, അയാളുടെ കേസ് അത്രയ്ക്ക് വീക്കാണോ സാർ? അയാളുടെ കേസല്ല വീക്ക്, പേഴ്സാണ് വീക്ക്. പിന്നെ സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. കട്ടോ മോഷ്ടിച്ചോ എവിടുന്നെങ്കിലും നമുക്ക് പണം കൊണ്ട് തരുള്ളൂ. മനസ്സിലായോ? ഇപ്പോഴല്ലേ പിടികിട്ടിയോളൂ സാർ. എന്തോ നാടോ ഇത്? പത്മനാഭസ്വാമി കോവിലിൽ ഭീമനെ കെട്ടി ഇരുത്തിയിരിക്കുന്നത് ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയല്ലോ. പെണ്ണ് എപ്പോ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അങ്ങൊന്ന്, പെണ്ണ് കറക്റ്റ് 5 മണിക്കേ വരികയുള്ളൂ എന്ന്. അങ്ങൊന്ന് 3 മണിക്ക് എന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒന്ന് കുത്തിയിരുന്ന ഞാൻ എന്തോ ചെയ്യും? അത് ശരി, ഈ പെണ്ണിന് സ്വന്തം വീടുള്ളപ്പോ ഇവിടെ വെച്ച് കാണാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? വീട്ടില് അവളുടെ അമ്മയും അനിയനും ഈ വിവാഹത്തിന് എതിരാ. ഇടോ, തള്ളയ്ക്ക് സമ്മതമില്ലെങ്കിൽ എന്ത്? ഞാൻ മോളെയല്ലോ സംബന്ധം ചെയ്യാൻ പോന്നേ. മോക്ക് പൂർണ്ണ സമ്മതം തന്നെയല്ലോ. അങ്ങനെ സമ്മതമില്ലെങ്കിൽ അങ്ങനെ ഇവിടെ വരെ വരാൻ പറയൂ. ഇവിടെ വരെ വരാൻ പറയൂ. അതാ ഞാൻ ചോദിക്കുന്നത്. എടാ, താൻ പോ. അങ്ങനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിട്ട് പോയിക്കോളാം. അങ്ങനെ ഇങ്ങോട്ട് വന്നേ. ഞാൻ പറഞ്ഞില്ലേ ഇദ്ദേഹമാ. കണ്ടിട്ടുണ്ടോ? പക്കാണോ? എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്ന് വെച്ചാ ചോദിച്ചോളൂ. എന്തൊക്കെയാ പറയേണ്ടതെന്ന് പറഞ്ഞാ പറഞ്ഞോളൂ. സന്നിധാനത്തിൽ പോ. അയ്യോ, നാം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കാൻ പോവുകയാണ്. ഏതിനും ഒരു സാക്ഷി വേണമല്ലോ എന്ന് കരുതി. അയ്യോ, ഇനിയും ഒരു സാക്ഷി വേണം? എന്റെ ഈ മനസാക്ഷി പോരെ? മതി. പോരെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ മഹാഗണപതി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞത്. അയ്യോ, ഒരു വലിയ ഈശ്വര വിശ്വാസിയാണെന്ന് തോന്നല്ലോ. നോക്കൂ, ഞാനൊരു പരമഭക്തനാണ്. ദിവസവും സരസ്വതി സ്തോത്രം, ലളിതാ സഹസ്രനാമം, വെങ്കടേശ്വര സുപ്രഭാതം, ശ്യാമളാദണ്ഡകം, ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതെല്ലാം ഓരോ പ്രാവശ്യമെങ്കിലും ചൊല്ലാതെ ഞാൻ രാത്രി കിടന്നുറങ്ങാറേ ഇല്ല. വളരെ നല്ലത്. എന്താണ് ആവശ്യം? എന്താണ് വേണ്ടത്? ഉടനടി ഞാൻ എന്ത് ചെയ്യണം? എന്റെ അനിയനെ ഡോക്ടർ പരീക്ഷയ്ക്ക് പഠിപ്പിക്കണം. MBBS ആണല്ലോ. അതെ, ഇത് ഒടുവിലത്തെ കൊല്ലമാണ്. ഓ, ഒരു കൊല്ലമേ ഉള്ളൂ. നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു 3-4 കൊല്ലം പഠിക്കട്ടെ എന്ന്. അവൻ ബുദ്ധിയുള്ളവനാണ്, ഇതുവരെ തോറ്റിട്ടില്ല. ഞാൻ പറയുന്ന ആ ഒരു വർഷം തോക്കട്ടെന്ന്. തോറ്റിട്ടൊരു 3-4 വർഷം പഠിക്കട്ടെ. അല്ലാതെ എന്റെ ഭാര്യയുടെ സഹോദരനെ 1 കൊല്ലം പഠിപ്പിച്ചെന്ന് വെച്ചാൽ എന്റെ നിലയ്ക്കും വിലയ്ക്കും അതൊരു ഉപകാരമാകണ്ടേ? പിന്നെന്ത് വേണം? എന്റെ അനിയൻ ഒരു ജോലി കിട്ടുന്നത് വരെ എന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഇതാണ് എനിക്ക് പിടിക്കാത്തത്. എന്റേത് നിങ്ങളുടേത് എന്ന് വേർതിരിച്ച് സംസാരിക്കുന്നല്ലോ. ഇനിയെല്ലാം ഒന്ന് രണ്ടും ഒന്നിച്ചു ചേരണം. ശരി തന്നെ, ക്ഷമിക്കണം. ഇനി വല്ലതും പറയാനുണ്ടോ? ഇനിയെല്ലാം അവിടുത്തെ ഇഷ്ടം. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഈ ദൈവത്തിനെ സാക്ഷി നിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, നീ ആവശ്യപ്പെട്ടതെല്ലാം അക്ഷരം പ്രതി ഞാൻ നിറവേറ്റുന്നു. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഞാനും ഇതാ ഈ ദൈവത്തിന്റെ മുമ്പിൽ സത്യം ചെയ്യുന്നു. അങ്ങേ മനഃപൂർവ്വമായി കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. അളിയെ കാണാൻ ഓർക്കാൻ 3 ദിവസമല്ലേ ഉള്ളൂ. അതെങ്ങനെ അറിയാം? കണ്ടോ കണ്ടോ, നിന്റെ കുടുംബത്തിനെ പറ്റി ഇത്രമാത്രം ഉത്കണ്ഠ എനിക്കുണ്ട് എന്നുള്ളതിന് വേറെ തെളിവെല്ലാം വേണം. കൈ നീട്ടു.
അയ്യോ ഇത്രയൊക്കെ എന്തിനാ? 1000 രൂപ മതി. 1000? ആദ്യമായിട്ട് ഞാൻ തരുന്നത് 1000. എന്റെ നിലയും വിലയും നോക്കി വേണ്ടേ ഞാൻ തരാനായിട്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്റെ പണപ്പെട്ടിയുടെ താക്കോലിന് ഞാൻ തരാൻ പോവില്ലേ. വലിയ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ആകാമല്ലോ. ഒരു കാര്യം, ഞാൻ ഈ താലി കഴുത്തി വയ്ക്കുന്നത് വരെ ഈ വിവരം ആരോടും പറയരുത് കേട്ടോ. കാരണം എന്റെ തള്ളക്കിളവിയുണ്ടല്ലോ, ഒരു കോടീശ്വരന്റെ മകളെ എനിക്ക് നോക്കി വെച്ചിരിക്കുന്നു സംബന്ധം ചെയ്യാൻ. എനിക്ക് സമ്മതമില്ല, അത് തന്നെ. പിന്നെ അടുത്ത ഞായറാഴ്ച കല്യാണം. പോയിട്ട് പിന്നെ അടുത്ത ഞായറാഴ്ച വേഗം ഇനി വരും. ആ തങ്കമ്മേ, നീ എടുത്ത തീരുമാനം 100% ശരിയാണ്. ഹൃദയമുള്ള ആരും അംഗീകരിക്കുന്ന തീരുമാനം. പാവപ്പെട്ടവർക്ക് ദാരിദ്ര്യം മാത്രമേ സ്വന്തമായിട്ടുള്ളൂ. അവരുടെ ഹൃദയം പോലും സ്വന്തമല്ല എന്ന് തെളിയിക്കുന്ന തീരുമാനം. അവിചാരിതമായി ക്ഷേത്രത്തിൽ വന്ന എനിക്ക് നിങ്ങളുടെ സംഭാഷണം കേൾക്കാൻ സാധിച്ചു. അതേക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? നീ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുവെന്ന്. സത്യം പറയാൻ തങ്കമ്മേ, നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഇന്നലെയാണ് ഞാനും എത്തിച്ചേർന്നത്. അതെന്താ? നിന്നെയും നിന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു തങ്കമ്മ. കാരണം ഹൈക്കോടതിയിൽ നടക്കുന്ന എന്റെ കേസ് ജയിക്കുന്ന കാര്യം പ്രയാസമാണ്. അത് മാത്രമായിരുന്നു എന്റെ ഏക ലക്ഷ്യം. ഈശ്വരൻ സകല മംഗളങ്ങളും തന്നു നിന്നെ അനുഗ്രഹിക്കട്ടെ. ചന്ദനമൊക്കെ പിന്നെ പൂശം വീട്ടിൽ കാര്യം പറയാൻ.